ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രം. ഭക്തവത്സലനായ ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തിയുടെ മുദ്രയായി ഗുരുവായൂരപ്പൻ്റെ അതേ ഭാവം. ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു തുളുമ്പുന്ന പ്രകൃതി സൗന്ദര്യം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഉറിയിൽ വെണ്ണയുമായി ഭക്തജനങ്ങൾ ശ്രീലകത്തേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ കാഴ്ച. ഉറി വഴിപാട് നടക്കുന്ന ഭാരതത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണിത്. ഉറി വഴിപാടിന് ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണ തന്നെയാണ് പ്രധാനം. എന്നാൽ വെണ്ണ മാത്രമല്ല ഉറിയിൽ വഴിപാടായി നൽകുക. ഭക്തരുടെ താൽപ്പര്യമനുസരിച്ച് മറ്റു ചില വിഭവങ്ങളും ഉറി വഴിപാടായി സമർപ്പിക്കാം. മലർ, അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ഉണ്ടശർക്കര. പിന്നെ ലഭ്യതയനുസരിച്ച് നടത്താവുന്ന ഒന്നാണ് കദളിപ്പഴം. കൂടാതെ വെളുത്ത എള്ളിൻ്റെ എള്ളുണ്ടയും ഇവിടെ ഉറിയിൽ നേദിക്കാം. നിവേദ്യ വസ്തുക്കളുടെ വില വിവരവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ. മലർ, അവൽ, കൽക്കണ്ടം, ഉണ്ടശർക്കര എന്നിവയ്ക്ക് 500 രൂപ വീതം. പഞ്ചസാരയ്ക്ക് 400 രൂപ. കദളിപ്പഴം ലഭ്യത അനുസരിച്ചു മാത്രമാണ് 600 രൂപ. വെണ്ണ ഉറിയിൽ നിവേദിക്കുന്നതിനും വെളുത്ത എള്ളിൻ്റെ എള്ളുണ്ട നിവേദിക്കുന്നതിനും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇതിന് രണ്ടിനും മാത്രമേയുള്ളൂ മുൻകൂട്ടിയുള്ള ബുക്കിംഗ്. വെണ്ണ ഉറിയിൽ നിവേദിക്കുന്നതിന് 1500 രൂപയാണ്. ഇതുകൂടാതെ ലഡുവും ഉണ്ണിയപ്പവും നിവേദിക്കാം. പക്ഷേ അത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രം. എല്ലാ വ്യാഴം, ഞായർ ദിവസങ്ങളിലും രോഹിണി നാളിലും മാത്രമാണ് ലഡുവും ഉണ്ണിയപ്പവും നിവേദിക്കുക. വർഷങ്ങൾക്കു മുമ്പ് ക്ഷേത്രപ്രതിഷ്ഠാ സമയത്ത് ഉറി വഴിപാട് നടക്കുകയുണ്ടായി. ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇതായി. രാവിലെ 6:15 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 6:15 വരെയും ഉറി വഴിപാട് നടത്താം. ഈ ക്ഷേത്രത്തിൽ കാണുന്ന മറ്റൊരു മനോഹര കാഴ്ച ഭക്തർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ച ഉണ്ണിക്കണ്ണൻ്റെ വിവിധ ഭാവത്തിലുള്ള ചിത്രങ്ങളാണ്. ഒരു ആർട്ട് ഗാലറിയിൽ എന്ന പോലെ ഈ ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുകയും ചെയ്യാം. ഈ ചിത്രങ്ങളുടെ സമീപം തന്നെയാണ് വഴിപാട് കൗണ്ടർ. പാൽപ്പായസം, ഉണ്ണിയപ്പം തുടങ്ങിയവ വാങ്ങുന്നതിനും ആദ്യം പേരും നാളും പറഞ്ഞ് രസീത് എടുക്കണം. ആ രസീത് തെക്കേ നടയിലുള്ള കൗണ്ടറിൽ കൊടുത്താൽ പാൽപ്പായസവും മറ്റും ക്ഷേത്രത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ടിന്നിൽ ലഭിക്കും. ഇതിനു സമീപമാണ് ചെറിയ ഒരു കുളം, അല്പം വലിയ കിണർ എന്ന് പറയാം. ക്ഷേത്രത്തിനു മുന്നിൽ ആൽത്തറയിൽ ഗരുഡൻ്റെ ശില്പം കാണാം. ഏകദേശം ഗുരുവായൂരിൽ കാണുന്ന അതേ രൂപത്തിലുള്ള ഗരുഡൻ. ക്ഷേത്രത്തിനു മുന്നിലുള്ള ഒരേ ഒരു ചായക്കട എടുത്തു പറയേണ്ട ഒന്നാണ്. ദോശയും ഇഡ്ഡലിയും എല്ലാം കിട്ടും. മുളകരച്ച ചുവന്ന ചമ്മന്തിയും കൂട്ടി കഴിച്ചാൽ
ആ സ്വാദ് ഒന്ന് വേറെ തന്നെ. വിശ്വനാഥപിള്ള ചേട്ടനാണ് ചായക്കടയുടെ ഉടമ. ഇടയ്ക്ക് മസാലദോശയും ഉണ്ടാകും എന്ന് വിശ്വനാഥപിള്ള ചേട്ടൻ പറഞ്ഞു. ക്ഷേത്രത്തിന് പുറത്തു കാണുന്ന തോട്ടത്തിൽ ശ്രീകൃഷ്ണന്റെ വിവിധ ഭാവത്തിലുള്ള ശില്പങ്ങൾ കാണാം. ഇനി പറയുന്ന കഥ വളരെ പ്രധാനമാണ്. ശ്രീകൃഷ്ണൻ്റെയും കായൽ മാടൻ്റെയും ശില്പങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് പ്രവേശന കവാടത്തിൽ കാണാം. അതൊരു കഥയാണ്. വളരെ പണ്ട് ഉളനാട് ഒരു ഇരുണ്ട പ്രദേശമായിരുന്നു. ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറ, അതായത് കായൽ ആയിരുന്നു ഇവിടം. അതിൻ്റെ കരയിൽ കൈതക്കാട് തിങ്ങി നിറഞ്ഞ് വനാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇവിടെ ഒരു മാടൻ വസിച്ചിരുന്നു. ഭീകരസത്വം ആയിരുന്നു അത്. മാടൻ ഇവിടെ കായൽക്കരയിൽ ആയിരുന്നു അധിവസിച്ചത്. അതുകൊണ്ട് കായൽ മാടൻ എന്നാണ് അറിയപ്പെട്ടത്. പകൽ പോലും ഈ ഭാഗത്തേക്ക് ജനങ്ങൾ വരില്ലായിരുന്നു. ഉണ്ണിക്കണ്ണൻ പണ്ട് കാളിന്തിയിലെ കാളിയനിൽ നിന്ന് ഗോകുലവാസികൾക്ക് രക്ഷ നൽകി, കാളിയന് മോക്ഷവും നൽകി. അതുപോലെ ഈ കായലിലെ മാടനിൽ നിന്ന് ഉളനാട് നിവാസികൾക്ക് ഉണ്ണിക്കണ്ണൻ രക്ഷ നൽകി. അതോടെ കായൽ മാടൻ്റെ വിളയാട്ടം ഉളനാട്ടിൽ നിന്നു. എന്നാലും സാന്നിധ്യം പോയിട്ടില്ല എന്ന് ദേവപ്രശ്നത്തിൽ പിന്നീട് തെളിഞ്ഞു. അതനുസരിച്ച് ക്ഷേത്രത്തിന് പുറത്ത് തെക്കുഭാഗത്ത് പ്രവേശന വഴിയുടെ അരികിൽ പേരാലിൻ്റെ ചുവട്ടിൽ ഒരു കാവൽക്കാരനായി കുടിയിരുത്തി. ഇനി ക്ഷേത്രത്തിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച് പറയാം. MC റോഡിൽ ചെങ്ങന്നൂരിനും പന്തളത്തിനും മധ്യേയുള്ള പ്രധാന ജംഗ്ഷനാണ് കുളനട. കുളനട ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡിലൂടെ പോയാൽ ഓമല്ലൂർ എന്ന സ്ഥലത്തേക്കുള്ള വഴി കാണാം. അതിലെ ഏകദേശം 2-2.5 കിലോമീറ്റർ പോയാൽ ഉളനാട് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന വഴി കാണാം. വഴിയിലെല്ലാം ഇതുപോലെ ക്ഷേത്രത്തിലേക്കുള്ള ദിശാ ബോർഡുകൾ വച്ചിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 വഴിപാടുകൾ കൂടി ഉണ്ട്. രോഹിണിയൂട്ട് എല്ലാ രോഹിണി നാളിലും നടത്തുന്ന വഴിപാടാണിത്. ഉണ്ണിക്കണ്ണൻ ഭക്തർക്കൊപ്പം സദ്യ ഉണ്ണാനെത്തുന്നു എന്നതാണ് വിശ്വാസം. രോഹിണിയൂട്ട് പൂർണ്ണമായോ ഭാഗികമായോ ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മഹാസുദർശന പൂജ രോഹിണി നാളിൽ പുറത്തെ മണ്ഡപത്തിൽ നടത്തുന്ന പൂജയാണിത്. പണ്ട് എല്ലാ ദിവസവും ശ്രീകോവിലിനുള്ളിൽ മേൽശാന്തി നടത്തി വന്ന പൂജയായിരുന്നു ഇത്. ദേവഹിതം അനുസരിച്ചാണ് പിന്നീട് പുറത്തേക്ക് മാറ്റിയത്. എല്ലാ രോഹിണി നാളിലും രാവിലെ 9:30 മുതൽ 10 വരെ 1 മണിക്കൂറാണ് പൂജ. ഭക്തജനങ്ങൾക്ക് 100 രൂപയുടെ രസീത് എടുത്താൽ പൂജയ്ക്കാവശ്യമായ നെയ്വിളക്ക്, പൂവ്, ചന്ദനത്തിരി, കർപ്പൂരം, ഇല, തീർത്ഥപാത്രം, വെറ്റില ഇവ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കും. ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പൂജ തുടങ്ങും. ഇതേ സമയം മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്യപ്രാപ്തി പൂജ നടത്തി പൂജയുടെ പ്രസാദമായി ഒരു നാണയം നൽകും. പൂജാദ്രവ്യങ്ങൾ ഒരുക്കി മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് നൽകും. തുടർന്ന് ഗണപതി ധ്യാനത്തോടെ പൂജ തുടങ്ങുന്നു. പൂജയിലെ പ്രധാന ചടങ്ങ് നമ്മൾ കൊണ്ടുവന്ന നാണയം ഒരു വെറ്റിലയിൽ വെച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണനോട് നമ്മുടെ ഉദ്ദിഷ്ടകാര്യം പ്രാർത്ഥിക്കുക എന്നതാണ്. പിന്നീട് ശ്രീകൃഷ്ണ അഷ്ടോത്തരം ജപിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തിരുമുന്നിൽ ലക്ഷ്യപ്രാപ്തി പൂജ നടത്തുന്നു. വിവാഹ തടസ്സം, ജോലി തടസ്സം എന്നീ ആവശ്യങ്ങളുമായി ഭക്തർ വഴിപാട് പൂജ നടത്തുമ്പോൾ അത് അനുഭവമുണ്ടായിട്ടുള്ളതായി സാക്ഷ്യപ്പെടുത്തുന്നു. സന്താനലബ്ധിയും ഈ പൂജയിലൂടെ നിറവേറപ്പെടുന്നു എന്ന് ഭക്തജനങ്ങൾ പറയുന്നു. ഭഗവാന്റെ
മനോഹരമായ ഈ പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും വന്ന് ദർശനം നടത്താൻ കഴിഞ്ഞാൽ അതൊരു മഹാപുണ്യമായി കണക്കാക്കാം.